Hi, good morning, everybody. We class start here, right? All of you take your textbook. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോ. നമുക്ക് എക്സാം ആയല്ലേ? എക്സാമിന്റെ അനൗൺസ്മെന്റ് ഒക്കെ നടത്തി ഇനിയിപ്പം ടൈം ടേബിൾ ഒക്കെ വരും. സിലബസ് തന്നു അല്ലേ? സിലബസ് കണ്ടോ എല്ലാവരും? കാണാത്തവരുണ്ടോ? എത്ര പേര് കണ്ടു? സിലബസ് കണ്ടവരൊന്ന് കൈ ഉയർത്തിയേ. ഓക്കെ, എല്ലാരും കണ്ടിട്ടുണ്ട് അല്ലേ? ഗുഡ്. അപ്പം എന്താ സിലബസ് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് പഠിക്കണം അല്ലെ? പാഠങ്ങള് നന്നായിട്ട് പഠിച്ച് റെഡി ആവുക. ടൈം ടേബിൾ വരുമ്പോഴേക്കും റെഡി ആയിട്ടിരിക്കാം. നമുക്ക് റിവിഷൻ ചെയ്യാം. പാഠങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഈ എക്സാമിന് വേണ്ട പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ റിവിഷൻ ചെയ്യുവാണ് നമ്മള്. ബുക്ക് എടുത്തോ. ഏതെങ്കിലും ക്ലാസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് കൊണ്ട് അത് കവർ ചെയ്യാൻ പറ്റും അല്ലേ? പേജ് നമ്പർ 2 പാഠ് 1 സ്വറവ് വ്യഞ്ജൻ. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ എക്സാം തുടങ്ങുന്നതിന് മുമ്പത്തെ അവസാനത്തെ ക്ലാസ് ആണ്. ശ്രദ്ധിച്ചിരിക്കണം. എവിടെയെങ്കിലും ഏതെങ്കിലും ക്ലാസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത് ക്യാച്ച് ചെയ്യണം. ആദ്യത്തെ പാഠത്തില് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളുമാണ് വരുന്നത്. സ്വർ എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷിൽ വൗവൽസ് ആൻഡ് കോൺസണൻസ് ഇതൊക്കെ പഠിച്ചു അല്ലെ? നമ്മൾ നേരത്തെ പഠിച്ചാണ്. സ്വരാക്ഷരങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കണം. എക്സാമിന് വേണ്ട കാര്യങ്ങൾ ഇപ്പോഴും പറഞ്ഞിരുന്നു കേട്ടോ. സ്വരാക്ഷരങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കണം. ഏതൊക്കെ സ്വരാക്ഷരങ്ങള്? ആ മുതൽ ആ വരെയുള്ള അക്ഷരങ്ങള്. അത് വിട്ട് എഴുതണം. എക്സാമിന് ചോദിക്കും. സ്വരാക്ഷരങ്ങൾ എഴുതാനൊക്കെ ഉണ്ടാവും. നന്നായിട്ട് എഴുതി പഠിക്കാം. നെക്സ്റ്റ് വ്യഞ്ജൻ. വ്യഞ്ജന് കോൺസോണൻസ് എന്ന് പറയും അല്ലെ? അതിന് വ്യഞ്ജനാക്ഷരങ്ങള്. അത് എഴുതുമ്പോ എങ്ങനെ എഴുതണ്ടേ? ഇതുപോലെ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളത് പോലെയല്ല എഴുതേണ്ടത്. ക ഖ ഗ ഘ ങ അത് ആ ഒരു ലൈനിൽ തീർന്നു. നെക്സ്റ്റ് ലൈനിൽ അതിന്റെ താഴെ തന്നെയായിട്ട് ച ച ജ ച ഞ ടാ ടാ ഡാ ടാ ണ താ താ ദാ താ ന പ ഫ ബ ഭ മ. അത് കഴിഞ്ഞിട്ട് യ ര ല വ ശ ഷ സ ഹ ഇക്ഷ ഇത്ര ഇജ്ഞ ഇശ്ര. ഇതാണ് നമ്മുടെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും. താഴെ അതിന്റെ താഴെ കണ്ടോ? സ്വരവ് ഉൻകി മാത്രയെ ഇസ് പ്രകാർ ഹെ. സ്വരാക്ഷരങ്ങളുടെ മാത്ര ചിഹ്നങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആയിന്റെ ചിഹ്നം, ആയിക്ക് പ്രത്യേകിച്ച് ഒരു ചിഹ്നമില്ല. ആ എന്നുള്ള ചിഹ്നം കൊണ്ടു ഈ ഉ എല്ലാത്തിനും ചിഹ്നം അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഇപ്പുറത്ത് വ്യഞ്ജൻ സ്വരംക്ക് മാത്രം വ്യഞ്ജനാക്ഷരങ്ങള്. അത് കാന്നുള്ളത് വ്യഞ്ജനാക്ഷരം അല്ലെ? ആ ബോക്സിൽ ആ കായ്ക്ക് സ്വരാക്ഷരത്തിന്റെ ആയുടെ ചിഹ്നവും എല്ലാം അം വരെയുള്ളതിന്റെ ചിഹ്നങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ടേക്ക് നെക്സ്റ്റ് പേജ് അഭ്യാസ് അല്ലെ? എന്താ അവിടെ? സ്വരോം ഔർ വ്യഞ്ജനോം കോ അലഗ് അലഗ് ലിഖോ. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും കേട്ടോ. കുറേ അക്ഷരങ്ങൾ തരും. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും തരും. ഇതുപോലെ ക്രമം തെറ്റിട്ട് തരും. എന്നിട്ട് നിങ്ങളോട് പറയും ഇതിന് സ്വരാക്ഷരങ്ങൾ മാത്രം മാറ്റി എഴുതാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് അറിയണം അല്ലെ? ആദ്യം സ്വരാക്ഷരങ്ങൾ നമുക്ക് ഏതാണെന്ന് അറിയണം ആദ്യം. അതിനാണ് ആദ്യം തന്നെ സ്വരാക്ഷരങ്ങൾ പഠിക്കാൻ പറഞ്ഞത്. ഇങ്ങനെ കൂട്ടത്തിൽ തരുമ്പോ നമുക്ക് ഇതിന്ന് ലായാണോ കായാണോ ഏയാണോ ഏതാ സ്വരാക്ഷരം നമുക്ക് അറിയില്ലെങ്കിൽ എഴുതാൻ പറ്റില്ല. അപ്പൊ സ്വരാക്ഷരങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഈ കൂട്ടത്തിൽ നിന്ന് സ്വരാക്ഷരങ്ങൾ എടുത്തെഴുതാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് അവിടെ കൊടുത്തു അല്ലേ? സ്വർ വ്യഞ്ജൻ. അവിടെ ഡാഷ് ഇട്ടെടുത്ത് നമ്മൾ സ്വരാക്ഷരം ഏതാണെന്ന് വെച്ചാൽ അത് അവിടെ എഴുതണം. വ്യഞ്ജൻ ഏതാന്ന് വെച്ചാൽ അത് അവിടെ എഴുതണം. നന്നായിട്ട് പഠിച്ചാലേ എഴുതാൻ പറ്റുള്ളൂ. കണ്ടുപിടിച്ച് എഴുതാൻ പറ്റുള്ളൂ. താഴെ സ്വരം കോ ഉൻകി മാത്രയേം സെ മിലാവോ അല്ലേ? സ്വരാക്ഷരങ്ങള് ലെഫ്റ്റ് സൈഡ് തന്നിട്ടുണ്ട്. അതിന്റെ മാത്ര ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. മാത്ര എന്ന് പറഞ്ഞ ചിഹ്നങ്ങള്. മാത്രയേം ചിഹ്നങ്ങൾ. ആ ചിഹ്നങ്ങള് ആ അക്ഷരങ്ങൾക്ക് മാച്ച് ചെയ്യണം. ആയുടെ ചിഹ്നം ഏതാന്ന് വെച്ചാൽ അതിന് മാച്ച് ചെയ്യുക. ഊവിന്റെ ചിഹ്നം ഏതാന്ന് വെച്ചാൽ അതിന് മാച്ച് ചെയ്യണം. അപ്പം നമ്മള് മുമ്പത്തെ പേജിൽ ചിഹ്നങ്ങൾ പഠിച്ചു. അതുകൊണ്ടാണ് ഇവിടെ അത് എക്സസൈസ് വന്നത് അല്ലെ? പഠിച്ചത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മാച്ച് ചെയ്യാം. നെക്സ്റ്റ് പാഠ് ദോ. രണ്ടാമത്തെ പാഠം എന്താ? കുറേ വാക്കുകൾ എന്നിട്ടുണ്ട്. ശബ്ദങ്ങൾ അല്ലെ? ദിയകയെ ശബ്ദംകോ പഠോ. ഈ വാക്കുകളൊക്കെ നന്നായിട്ട് വായിക്കണം കേട്ടോ. നമ്മൾ കുറെ ബുക്കിൽ എഴുതിയില്ലേ? വായിച്ച് പഠിക്കണം. എന്തിനാന്നറിയോ? നിങ്ങളോട് ചോദിക്കും 2 അക്ഷരമുള്ള ഒരു വാക്ക് എഴുതാൻ പറയും.
അപ്പൊ എന്തൊക്കെയാ വാക്ക് വായിച്ചു തരാം. കൈവിരൽ കൊണ്ട് തൊട്ട് നോക്കണം കേട്ടോ. അവിടെ വായിക്കണം. ബസ്, രസ്, നസ്, ദസ്, തൻ, മൻ, വൻ, ധൻ, ചട്, പട്, ഛട്, നട്, ഖർ, സർ, കർ, പർ, യഹ്, വഹ്, കഹ്. യഹ്, കഹ്, രഹ്. ഓക്കെ. നെക്സ്റ്റ് പഠോ. ബസ് പർ ചട്, ചൽ ഖർ ചൽ, ഖർ പർ ചൽ, സോറി ഖർ പർ നൽ, നൽ പർ ടബ് പർ. അവിടെ ആ ബോക്സിലുള്ള ആ സെന്റൻസ് കണ്ടോ? എങ്ങനെയാ? നൽ പർ ചൽ, ജൽ സോറി ചൽ ജൽ പർ, ജൽ പർ കർ, അബ് ഖർ ചൽ, ഡർ മത് ചൽ. പേജ് നമ്പർ 5. അഭ്യാസ്. ബിന്ദുവോം വാലെ ശബ്ദോം പർ ലിഖോ. അവിടെ എന്താ? അവിടെ ഡോട്ട് ഇട്ടിട്ടുള്ള അതിന് മുകളിലൂടെ എഴുതാൻ. ഫസ്റ്റ് വൺ ഖർ, നൽ, ടബ്, ഖർ, ഫൽ, നൽ, ബസ്, പങ്ക്, ഹൽ. ആരെങ്കിലും അവിടെ ഫില്ല് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പെൻസിലും കൊണ്ട് എഴുതണം കേട്ടോ, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. താഴെ സഹി അക്ഷർ ലിഖ് കർ ശബ്ദ് പൂരേ കരോ. താഴെ കൊടുത്തിരിക്കുന്ന ആ മിസ്സായ അക്ഷരം അവിടെ നമ്മൾ പൂരിപ്പിക്കണം. ഡാഷ് സ് അവിടെ ബസ്, രസ്, ഹൽ, ജൽ, നൽ, ചട്, പട്, നൽ, ഹൽ ഏത് വേണമെങ്കിലും എഴുതാം. അപ്പൊ നമ്മൾ ഓൾറെഡി മുമ്പത്തെ പേജില് കുറെ വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. ആ വാക്കുകൾ പഠിച്ചെങ്കിൽ ഇവിടെ എഴുതാൻ ബുദ്ധിമുട്ടില്ല. എക്സാമിന് ചോദിക്കും കേട്ടോ. ഇങ്ങനെ ഡാഷ് ഇട്ടിട്ട് അവിടെ വാക്കുകൾ ഉണ്ടാക്കാൻ പറയും, പൂരിപ്പിക്കാൻ പറയും. മസ്റ്റ് ആയിട്ട് ചോദിക്കും എക്സാമിനത്. പൂരാ കരോ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരും. എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറയും അവിടെ. അതപ്പം നമ്മൾ വാക്കുകൾ നന്നായിട്ട് വായിച്ച് പഠിക്കണം, എഴുതുകയും വേണം. എങ്കിലേ നമുക്കത് അവിടെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നീച്ചെ ദിയെ ഗയെ അക്ഷർ സെ ശബ്ദ് ബനാവോ. കണ്ടോ? ഇതൊക്കെ നന്നായിട്ട് എഴുതിയും വായിച്ചും പഠിക്കണം. എക്സാമിന് ഷുവർ ഇതൊക്കെ വരും. ആദ്യം ആ ചേർത്തിട്ട് ഒരു വാക്കുണ്ടാക്കാൻ. ആ, അബ്, ഖ, ഖർ, ന, നൽ, ഫ, ഫൽ, ച, ചട്, ര, രസ്, ബ, ബസ്, ക, കഹ്, ദ, ദസ്, വ, വട്, വട്, വഹ്. എന്നപ്പോ ഇവിടെ എന്താ വേണ്ടേ? രണ്ടക്ഷരമുള്ള വാക്കുകളാ എല്ലാം വന്നിരിക്കുന്നത് അല്ലെ? കുഞ്ഞു വാക്കുകളാ, ഈസി ആയിട്ട് എഴുതാം നിങ്ങൾക്ക്. അപ്പം നന്നായിട്ട് പഠിക്കാം. എല്ലാത്തിന്റെയും വാക്കുകൾ ഏതാന്ന് നന്നായിട്ട് പഠിക്കാം, എക്സാമിന് ചോദിക്കും. നെക്സ്റ്റ് ചിത്രോം കോ ശബ്ദോം സെ ജോഡോ. എക്സാമിന് ചോദിക്കുന്ന മിസ് എന്തിനാ പറയുന്നേ? കഴിഞ്ഞ വർഷമൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാ കേട്ടോ. ചിത്രോം കോ ശബ്ദോം സെ ജോഡോ. മാച്ച് ചെയ്യണം അല്ലേ? ചിത്രം നോക്കിയിട്ട് റൈറ്റ് സൈഡിലുള്ള ശബ്ദം, ആ വാക്കുകള് ആ ചിത്രത്തിന് യോജിച്ച വാക്ക് ഏതാന്ന് മാച്ച് ചെയ്യണം. ഫസ്റ്റ് വൺ വൻ, ദസ്, തൻ, രസ്, നട്, ധൻ. നമുക്ക് അതൊക്കെ നമ്മൾ ചെയ്തു. ഒന്ന് വായിച്ചു തരുന്നേ ഉള്ളൂ കേട്ടോ. വാക്യ പൂരേ കരോ. വാക്യം പൂരിപ്പിക്കുക. ദ അബ് ഖർ ഡാഷ്, അബ് ഖർ ചൽ, നൽ പർ ടബ് പർ, ഡർ മത്, ബസ് പർ ചട്, ചൽ ചട്, ഖർ ചൽ, ഫൽ ചക് അല്ലെങ്കിൽ രസ് ചക്, എന്ത് വേണേലും എഴുതാം. ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഫില്ലിന്റെ ബ്ലാങ്ക്സ് വരും, പൂരേ കരോ എന്ന് പറഞ്ഞിട്ട് വരും. നന്നായിട്ട് ഇതൊക്കെ നോട്ട്ബുക്കിൽ എഴുതാം. നോട്ട്ബുക്കിൽ എഴുതിയ എല്ലാം നന്നായിട്ട് പഠിക്കണം, എക്സാമിന് ചോദിക്കും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോ ഇങ്ങനെ അന്തം വിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, ഇപ്പൊ പഠിച്ചാലേ അന്നപ്പോ എഴുതാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പാട് ती, 3 अक्षरों वाले बिना मात्रा के शब्द. मडर, कमल, कलम, गरम, महल, सड़क.
താഴെ കുറേ വാക്കുകള് 3 അക്ഷരം വാലെ ബിനാക്ക ശബ്ദ്, കുറേ ശബ്ദ്, അതായത് കുറേ വാക്കുകള്. ഇതൊക്കെയാ കലം, നഹർ, നരം, ചടക്ക്, മഗർ, ശഹർ, കലശ്, മടക്, ഭവൻ, ബട്ടൻ, सरल, सरल, नमन, नयन, मटर, बदन, चमन, चबल, शरम, भजन, गगन. नेक्स्ट पेज ले हमने सीखा 2 तथा 3 अक्षरों के शब्द. अडल वाक्य बनाओ अल्ले, वाक्य सेंटेंस ഉണ്ടാക്കാൻ വേണ്ടിട്ട്. अडल आ बस पर चढ़. ഇത് നന്നായിട്ട് വായിച്ചു പഠിക്കണം. fill in the blanks വരാം ഇവിടെ. ബസ് पर ഡാഷ് എന്ന് ചോദിക്കാം, ചൽ ഷഹർ ഡാഷ് എന്ന് ചോദിക്കാം, ഡാഷ് ലാ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ അവിടെയൊക്കെ എന്താന്ന് അറിയണമെങ്കിൽ, എഴുതാൻ അറിയണമെങ്കിൽ നമ്മൾ വായിച്ചു പഠിക്കണം, എന്നാലേ അറിയുള്ളൂ. ബസ് पर चढ़, चल शहर चल, कलम ला, फल रख, कमल घर चल, झगड़ मत, गरम जल पर, कमर कस, ഡാഷ് पर चल അല്ലെങ്കിൽ സടക്ക് पर ഡാഷ് അങ്ങനെയൊക്കെ ചോദിക്കാം. ഇപ്പൊ അവിടെ സടക്ക് पर चल നമ്മള് പഠിച്ചിട്ടുണ്ടാവണം, എന്നാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. താഴെ दिए गए चित्रों को पहचान कर 3 अक्षरों के शब्द लिखो. 3 അക്ഷരമുള്ള വാക്ക് എഴുതാനാ പറയുന്നത്. ശ്രദ്ധിക്കണം, ചിലപ്പോ നിങ്ങൾക്ക് 2 അക്ഷരം ശബ്ദ് ലിഖോ എന്ന് പറയുമ്പോ 2 അക്ഷരമുള്ള വാക്ക് എഴുതാനുണ്ടാവും. 3 അക്ഷരം എന്ന് പറഞ്ഞാല് 3 അക്ഷരമുള്ള, 3 അക്ഷരം കെ ശബ്ദ് എന്ന് പറഞ്ഞാൽ 3 അക്ഷരമുള്ള വാക്ക് എഴുതാൻ വേണ്ടിട്ട്. ഇതൊക്കെയാ കുറേ വാക്കുകൾ പഠിച്ചു അല്ലേ. കമൽ, ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിന്റെ പേര് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഹിബ ഫാത്തിമ സിറ്റ് ഡൗൺ. ഡൊമിനിക്, ഡൊമിനിക് വെറുതെ കൈ കാണിച്ചതാ. കമൽ, കലശ്, മഡർ, ബട്ടൻ, ഭവൻ, നയൻ, മഗർ. പിക്ചറൊക്കെ ശ്രദ്ധിച്ച് നോക്കി പഠിക്കണം കേട്ടോ. പിക്ചർ തരും നിങ്ങൾക്ക്, എന്നിട്ട് പിക്ചർ തന്നിട്ട് അതിന്റെ ആ വാക്ക് എന്താന്ന് എഴുതാനുണ്ടാവും. നെക്സ്റ്റ് നീച്ചെ ദിയെ ഗയെ അക്ഷരോം സേ ദോ ദോ ശബ്ദ് ബനാവ. കണ്ടോ അവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക എക്സാമിന്. ന, നൽ, നർ 2 അക്ഷരമുള്ള വാക്ക് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ഫ, ഫൽ, ഫൂൽ, ര, രസ്, രഹ്, ഖ, ഖർ, ഖഡ, ഖഡി എന്ത് വേണം എഴുതാം. മ, മത്ത്, മൻ, ജ, ജൽ, ജഗ്. ഇതൊക്കെ എഴുതി കഴിഞ്ഞു നമ്മള്. നെക്സ്റ്റ് നോക്കിയ 3 അക്ഷരം സെ സോറി ദിയ ഗയ 3 അക്ഷരം കെ ശബ്ദ്. ക, കലം, പ, പതക്, ഗ, ഗമല, ന, നയൻ, ച, ശഹർ, ക, कमल. नेक्स्ट नीचे दिए गए चित्रों को देखो और उनका नाम लिखो. ചിത്രം നോക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ആ ചിത്രം നോക്കിയിട്ട് അതിനെ നാം എഴുതാൻ. നാം ലിഖോ പറഞ്ഞാൽ പേര് എഴുതണം അതിന്റെ. ഇതൊക്കെയാ ആം, ആഗ്, ഊൻ, ഖർ, ബസ്, ഫൽ. ഖാലി സ്ഥാൻ ഭരോ. അവിടെ 3 അക്ഷരമുള്ള വാക്കാ വന്നേക്കുന്നല്ലോ അല്ലെ. മാ, ഡാഷ്, ഇർ. ഇതൊക്കെ നന്നായിട്ട് പഠിക്കണേ, ക്വസ്റ്റ്യൻ ചോദിക്കും, എക്സാമിന് ഉണ്ടാവും ഇതൊക്കെ. നിങ്ങൾക്ക് 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും വരുന്നത്. 50 മാർക്കിലാണ്. അപ്പം അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. കുറേ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ ഖാലിസ്ഥാൻ ഫരോയൊക്കെ നന്നായിട്ട് എഴുതി പറഞ്ഞു പഠിക്കണം. മ, ഡാഷ്, ഇർ. അവിടെ മഡർ എന്നാണെങ്കിൽ ടായ് എഴുതാൻ നമുക്ക് അറിയണം അല്ലെ. മഡർ, മഗർ, ബട്ടൻ, കമൽ, സടക്ക്, ഷഹർ, ഗരം, ഭവൻ, മഹൽ, നഹർ, ഇതർ, ഉദർ. അപ്പൊ നന്നായിട്ട് ഈ ഇവിടെ ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സ് ഒക്കെ നന്നായിട്ട് വായിച്ചു പഠിക്കണം, എങ്കിലേ നമുക്ക് ഇവിടെ ഈ വേർഡ്സ് എഴുതാൻ കിട്ടുള്ളൂ ആ സമയത്ത്. ശബ്ദ് ലിഖോ. ശബ്ദ് ലിഖോ എന്ന് പറഞ്ഞാല് വാക്കുകൾ എഴുതുവരും.
കലം. എക്സാമ്പിൾ തന്നിട്ടുണ്ട് അല്ലെ? എക്സാമിന് നിങ്ങൾക്ക് എക്സാമ്പിൾ ഒന്നും തരില്ല കേട്ടോ, തന്നെ എഴുതണം. കലം, കമൽ. നഹർ, നമൻ, എന്ത് വേണമെങ്കിൽ എഴുതാം. സടക്ക്, സബേര, പലങ്ക്, പതങ്ക്, ബട്ടൻ, ബദൻ, ചടക്ക്, ചമൻ, ചബൽ, എന്ത് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഒത്തിരി വാക്കുകളുണ്ട്, ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ട്. ഗഗൻ, ചേർത്ത് എന്ത് വാക്കായിരുന്നു? ഒരു വാക്ക് പറഞ്ഞേ. ഗമല അല്ലെ? ഗഗൻ, ഗമല. ഗമലയൊക്കെ എഴുതാം. നെക്സ്റ്റ് പേജില് ചിത്രം കോ ശബ്ദം സെ മിലാവോ. ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ അല്ലേ? ആ ലെഫ്റ്റ് സൈഡിലെ ചിത്രം റൈറ്റ് സൈഡിൽ കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ ചേരുന്നത് മാച്ച് ചെയ്യണം. ഫസ്റ്റ് വൺ സടക്ക്. സടക്ക് പറഞ്ഞ എന്താ? റോഡ് അല്ലെ? റോഡ് കാണുമ്പോൾ നമ്മൾ അതിന് മാച്ച് ചെയ്യണം. സടക്ക്, റോഡ്. നഹർ, കനാല്. കലശ്, കലശ് ഇത് പിനാക്കിൾ ഓഫ് എ ടെമ്പിൾ എന്നൊക്കെ പറയുന്നത്. ബദൻ, ബോഡി, ഒരു ശരീരത്തിനാണ് പറയുന്നത്. പിന്നെ ഭവൻ, ബിൽഡിംഗ്. ഷഹർ, ടൗൺ. നെക്സ്റ്റ് കണ്ടോ? വാക്യ പൂരേക്കരോ. ഇതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. അവിടെ വാക്യം പൂരിപ്പിക്കാം. മുഹമ്മദ് ഷാസാർ, മുഹമ്മദ് ഷക്സാർ. കുഞ്ഞാവെ മാറിയേ, ചേട്ടയ്ക്ക് പഠിക്കണ്ടേ? അടികൂടുവാണ് അവിടെ. ബുക്കിൽ ശ്രദ്ധിച്ചു പോനെ, ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്ക്. ഇതുവരെ ക്ലാസ് ഏതെങ്കിലും ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്കത് പഠിക്കണത്. അതിനു വേണ്ടിയിട്ടാ ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് തരുന്നത്. വാക്യ പൂരേക്കരോ. അവിടെ നിങ്ങൾ വേണമെങ്കിൽ എഴുതിക്കോ. അവിടെ എക്സാമിന് നന്നായിട്ട് പഠിക്കാം. സ്റ്റഡി വെൽ, സ്റ്റഡി എന്ന് എഴുതിക്കോ. ഇവിടെ എക്സാമിന് ചോദിക്കും വാക്യ പൂരേക്കര എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, പൂരേക്കര എന്നുള്ളതൊക്കെ നന്നായിട്ട് വായിച്ചു പഠിക്കണേ. നല്ല മാർക്കും ഉണ്ടാവും അതിന്. കഴിഞ്ഞ വർഷമൊക്കെ എക്സാമിന് ചോദിക്കുന്നേ അങ്ങനെ. അപ്പൊ നന്നായിട്ട് പഠിക്കണം. കലം ഡാഷ് അങ്ങനെ തരും നിങ്ങൾക്ക്. കലം രഘ്, ശരം മത് കർ, സടക്ക് പർ മത് ചൽ, നരം നരം മടർ ചഗ്, നമൻ കർ ശഹർ ചൽ. ചോയ്സ് തന്നാലും നിങ്ങൾക്ക് അറിയെങ്കിലല്ലേ നമുക്ക് അവിടുന്ന് തെരഞ്ഞെടുത്ത് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ സെന്റൻസ് ഫുള്ളായിട്ട് വായിച്ചു പഠിക്കണം. നെക്സ്റ്റ് ശബ്ദ ബനാവോ. ഇത് കണ്ടോ? തെറ്റായിട്ട് തന്നിട്ട് അത് ശരിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് വൺ കമർ, ഷഹർ, ഗഗൻ, ചഗട്, സടക്ക്, ഭജൻ. നെക്സ്റ്റ് 4 അക്ഷരം വാലെ ബിനാ മാത്രക്ക് ശബ്ദ. 4 അക്ഷരമുള്ള വാക്കുകൾ. ബർത്തൻ, അച്ചുക്കൻ, ശൽഗം, ബർഗദ്. താഴെ 4 അക്ഷരമുള്ള വാക്കുകൾ കുറേ തന്നിട്ടുണ്ട്. കസർത്ത്, ദശരഥ്, നടുഖഡ്, ചടുപഡ്, സർഗം, ഹർദം, അച്ചുക്കൻ, മഖ്മൽ, ഉപവൻ, ഉൽഖൻ, ഉൽച്ചൻ, ശൽഗം, ബർഗദ്, ബർത്തൻ, പൻഖഡ്, ശർബത്ത്, ടംടം, ബച്പൻ, കദ്രൻ, थर्मस, उबटन. नीचे दिए गए वाक्य पढ़ो. वाइचरा दशरथ इधर आ, कसरत कर, बर्तन रख, अमजद शरबत चख, उपवन तक चल, बरगद पर चढ़, चढ़कर उतर, चल उधर नहर तक चल, नहर पर चलकर जल भर, कमला कलश भरकर इधर आ, इधर उधर मत कर, चटपट अचकन पहन कर शहर तक चल. तारे खाली स्थान भरो. അവിടെ മിസ്സായ ലെറ്റേഴ്സ് ഫിൽ ചെയ്യണം. പഠിക്കണം കേട്ടോ ഇതൊക്കെ. ശൽഗം, ബച്പൻ, ബർത്തൻ, സർഗം, അദ്രക്, പൻഖഡ്, അർക്കൻ, ദശരഥ്, ഉപവൻ, ടംടം, ഹർദം, ധർമ്മസ്.
നെക്സ്റ്റ് ശബ്ദ ജോഡോ അവർ പഠോ. ഡൊമിനിക് എവിടെയാ ശ്രദ്ധിക്കുന്നേ? ടെക്സ്റ്റ് ബുക്കില് ശ്രദ്ധിക്കേ. ഫസ്റ്റ് വൺ എല്ലാരും എഴുതിയതല്ലേ, ഹോംവർക്ക് ചെയ്ത് കാണിച്ചതല്ലേ ഇതൊക്കെ. ബസ്, നൽ, ഖർ, നഹർ. നിങ്ങൾ എന്താ എഴുതിയത് മിസ്സിന് അറിയില്ല. മിസ് ഇവിടുന്ന് ജസ്റ്റ് ആ വേർഡ്സ് പറയുന്ന, അറിയുന്ന വാക്കുകൾ പറയുന്ന. നഹർ നിങ്ങൾ അവിടെ എഴുതിയത് ശരിയായിരിക്കും, മാറ്റി എഴുതൊന്നും ചെയ്യണ്ട കേട്ടോ. ധർമ്മക്, ബർത്തൻ, അച്ചുക്കൻ, ഖസർത്ത്, ഉബിട്ടൻ, ചടുപട്. ഈ വാക്കുകളൊക്കെ എഴുതാം. കുറെ വാക്കുകൾ പഠിച്ചു അല്ലെ, മുമ്പത്തെ പേജിൽ കുറെ വാക്കുകളുണ്ട്. ആ അക്ഷരങ്ങൾക്ക് ചേരുന്ന വാക്കുകൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, അറിയാം. നെക്സ്റ്റ് ശബ്ദ പൂരകരം. ഇങ്ങനെ മിസ്സിംഗ് ലെറ്റർ, അതായത് പൂരകരോ എന്നുള്ളത് കംപ്ലീറ്റ് ദ വേർഡ്സ് അല്ലെ. അതുപോലെ ശബ്ദ ലിഖോ, വാക്യ പൂരകരോ, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നന്നായിട്ട് വായിച്ചു പഠിക്കണം. എക്സാമിന് മസ്റ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ കമൽ, കലം. അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, പിക്ചർ ശ്രദ്ധിച്ചാണ് നമ്മൾ അവിടെ ഫില്ല് ചെയ്യുന്നത്. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ. കമൽ, കലം, നഹർ, നഗർ, സൽഗം, പൻഖട്, അദ്രക്, ബച്ചുപൻ, മഖ്മൽ, ബർത്തൻ. താഴെ പവൻ, ഇതൊന്നും പഠിക്കേണ്ടി വരില്ല കേട്ടോ. ഈ താഴത്തെ അത് നമ്മൾ എഴുതി പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്, അതൊന്നും പഠിക്കണ്ട കേട്ടോ. പഠോ അവർ ലിഖോ. പവൻ മടക്ക് മടക്കുകർ മത്തിച്ചൽ. പഗ് പടക്ക് പടക്കുകർ മത്തിച്ചൽ. ചൽ ചടുപട് ചൽ. ചൽ നടുകട് ചൽ. കടുപട് കടുപട് മത്തുകർ. ടക് 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 മത്തുകർ. ചൽ കസർക്കർ കസർത്തുകർ. ഡർക്കർ കസ്തുകർ. അത് നിങ്ങൾക്ക് എഴുതാനുള്ളതാണ്, അതൊന്നും പഠിക്കാനൊന്നും ഇല്ല കേട്ടോ. നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 40. ചിത്രോം കോ ശബ്ദോം കെ സാത്ത് മിലാവോ. അവിടെ പിക്ചർ ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ ശബ്ദം കൊടുത്തിട്ടുണ്ട് അല്ലെ. അത് മാച്ച് ചെയ്യണം, പിക്ചറിന് യോജിച്ച് വാക്ക് മാച്ച് ചെയ്യണം. ഫസ്റ്റ് ഉബുവൻ, ശർബത്ത്, തെർമസ്, കസർത്ത്, പൻഖട്. ചിത്ര ദേഖുകർ വാക്യ പൂരക്കരോ. കണ്ടോ, ഇത് നന്നായിട്ട് പഠിക്കണം. ഇങ്ങനത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ. അംജദ് ഡാഷ് ചഗ്. അംജദ് ശർബത്ത് ചഗ്. ഡൊമിനിക് അസ്ലം ബർഗദ് പർ മത് ചട്. അഫ്ജൽ അച്ചുക്കൻ പഹൻ കർ ചൽ. പവൻ ബദൻ പർ മഖ്മൽ. സർഗം ബർത്തൻ പർ രസ് ചഖ്. താഴെ ശബ്ദ ബനാവോ. ഇവിടെ തെറ്റായിട്ട് കുറെ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒരു വാക്കാണത്, പക്ഷെ ആ വാക്ക് കറക്റ്റ് ആവണമെങ്കിൽ നമ്മളത് കറക്റ്റ് ആയിട്ട് എഴുതണം എന്നാ പറഞ്ഞത്. ഫസ്റ്റ് വൺ പവൻ, മടക്ക്, അച്ചുക്കൻ, കടുപട്, ഉബിട്ടൻ, ബർത്തൻ. ഓക്കെ, ഇത്രയാണ് നമുക്ക് എക്സാമിനുള്ളത്. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഫില്ലിന്റെ ബ്ലാങ്ക്സ്, പൂരേക്കരോ എന്നുള്ളതൊക്കെ നന്നായിട്ട് പഠിക്കണം. കുറേ വാക്കുകൾ നമ്മൾ വായിച്ച് പ്രാക്ടീസ് ആവണം. പിന്നെ അവിടെ പിക്ചർ കൊടുത്ത വാക്കുകൾ എന്തൊക്കെയാണ് നന്നായിട്ട് പഠിക്കണം. 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം ഈ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ഫുള്ള് നന്നായിട്ട് വായിച്ചിട്ടും എഴുതിയിട്ടും പഠിക്കണം. ആർ യു റെഡി? ഷോ യുവർ തം. കുറെ പേര് റെഡി അല്ലെന്നാ പറയുന്നത്. ഓക്കെ, ഗുഡ്. എന്നാ അറ്റൻഡൻസ് എടുത്തോട്ടെ. ഇപ്പൊ ജുവൽ മരിയ, മുഹമ്മദ് അഫ്ല, ഡൊമിനിക്, ഇഫ്ര ഫാത്തിമ, അനഖ സുരേഷ്, എറിക്, മുഹമ്മദ് നാഫി, കുര്യൻ ജോസഫ്, അനീറ്റ, സയാൻ, അദ്വൈത്, കൗശിക്, ഹിബ ഫാത്തിമ, ഹിബ ഫാത്തിമ എൻ, ഫറ ഫാത്തിമ, ടെസ മരിയ, ഹൈഫ മെഹറിൻ,
മുഹമ്മദ് ഷസാദ്, മാളവിക, അജിത് ജോസഫ്, അനിഹ മോഹൻ, അനിഹ മോഹൻ. ആ പ്രസന്ന പറഞ്ഞല്ലേ. അജിത്, ശ്രീഹരി, കൈ ഉയർത്തിയാ മതി കേട്ടോ. ബിനിയ, ബിനോയ്, ഷിഫാന, അമന്ന. ആരും പേര് വിളിക്കാത്തവരുണ്ടോ? അറ്റൻഡൻസ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇതില്? നോ, എല്ലാരും ആയി. ഓക്കെ, ഇനി എന്താ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാമിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ, പാഠഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഫോൺ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ. ആരെങ്കിലും അറ്റൻഡൻസ് എടുക്കാൻ ബാക്കിയുണ്ടോ ഇനി? ഡൊമിനിക്കിനെ വിളിച്ചല്ലോ. ഫാത്തിമ മെഹറിനെ വിളിച്ചില്ലേ? ഓക്കെ ഓക്കെ. Any doubt? Shifana, please unmute and say. പാഠഭാഗത്തോ എക്സാം? Yes. 15th പാഠമല്ല മോളെ, അത് പേജ് നമ്പർ അല്ലേ. അത് നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാനുള്ളതാ. അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങളിപ്പം എക്സാമിന് വേണ്ട പാഠങ്ങൾ നന്നായിട്ട് പഠിക്കാം കേട്ടോ. അവിടെ നമ്മൾ ചിഹ്നങ്ങളാ. ഇത് വരുവോന്നല്ല, അത്രയും പഠിപ്പിച്ച പാഠങ്ങൾ നന്നായിട്ട് പഠിക്കാം. ഇത് വരുവോ അത് വരുവോ എന്ന് വെച്ചാൽ പറഞ്ഞു തരില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഷിഫാനെ കഴിഞ്ഞു. ഇനി ആരാ? ചോദിച്ചോളൂ. അനിഹേനെ നിർബന്ധിക്കണം അല്ലേ മോളെ? ഒന്ന് ഉഷാറായേ അനിഹ, ചോദിച്ചോ. രാവിലെ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞു. 14 പേജ് ഇല്ലേ? 14 പേജ് നമ്പർ. 6 ഇല്ലേ? 6 ചിത്ര ദേഖുക വാക്യ പൂരേ കരോ. അതെ പൂരേ കരോ. ഒന്ന് പറഞ്ഞു തരുവാ? എന്താ ഒന്നുകൂടെ വായിച്ചരാ. അംജദ് ഷർബത്ത് ചഗ്. അവിടെ പിക്ചർ കൊടുത്തിരിക്കുന്നത് അത് തന്നെയാ. അംജദ് ഷർബത്ത് കുടിച്ചു എന്നാണ് അർത്ഥം. ഷർബത്ത് ചഗ്. അസ്ലം ബർഗദ് പർ മത്ത് ചട്. ഒന്നുകൂടി പറഞ്ഞു തരുവാ? അസ്ലം ബർഗദ് എന്ന് പറഞ്ഞ ബനിയൻ ട്രീ. ബർഗദ് പർ മത്ത് ചട്. തേർഡ് വൺ അഫ്ജൽ അച്ചുക്കൻ പഹൻകർ ചൽ. അച്ചുക്കൻ, ഇതൊക്കെ നമ്മുടെ ഫസ്റ്റ് പേജിലുണ്ട്. അബ്ജദ് അച്ചുക്കൻ എന്നാണ് കേട്ടോ. മേലങ്കി, നമ്മുടെ കോട്ട്. അവൻ ബദൻ പർ മഖ്മൽ. മഖ്മൽ എന്ന് ഒറ്റ വാക്കായിരുന്നു. മഖ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തായിരുന്നു പറയുന്നത്? നമ്മൾ ആ മിനുസുള്ള ഒരു സ്പോഞ്ച് പോലത്തെ ഒരു തുണി എന്താ പറഞ്ഞതിന്? മറന്നുപോയി. വെൽവെറ്റ്. ഓക്കെ, വെൽവെറ്റ്. മഖ്മൽ. സർഗം ബർത്തൻ പർ രസ് ചഗ്. ക്ലിയർ ആയില്ലേ? എനി ഡൗട്ട് അനിഹ? ഓക്കെ, നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ടൈം ഇപ്പൊ തീരാൻ പോവാണ്. 7 മിനിറ്റേ ഉള്ളൂ ഇനി. മുഹമ്മദ് ടി. മുഹമ്മദിനെ ഇപ്പൊ വിളിച്ചു. ആൻസൺ ഇപ്പഴാ കയറുന്നല്ല മോനെ. ആൻസൺ അതെയോ? ഓക്കെ, ആൻസൺ. അതല്ല മിസ് ചോദിച്ചപ്പോ കൈ ഉയർത്തണ്ടേ. മുഹമ്മദിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എക്സാമിനെ കുറിച്ചോ പാഠഭാഗത്തെ കുറിച്ച് ഡൗട്ട് ഉണ്ടോ? ഇല്ല. വേറെ ആർക്കും ഒന്നും പറയാനില്ല? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചു. എവിടെയെങ്കിലും എന്തെങ്കിലും എഴുതാതെ വിട്ടുപോയെങ്കിലോ എന്ത് വേണേലും ചോദിക്കാം.
No. മുഹമ്മദ് അഫ്ല ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമാവുന്നു. പറഞ്ഞോളൂ അഫ്ല. ഡൗട്ട് ഇല്ല. ഓറൽ ടെസ്റ്റ് ഉണ്ടായില്ലേ? ഓറൽ ടെസ്റ്റ് പറഞ്ഞില്ലേ? ഇനി നമുക്ക് എക്സാം ആയില്ല അടുത്ത ആഴ്ച. ഇന്ന് ഓറൽ ടെസ്റ്റ് നമുക്ക് അടുത്ത പീരീഡ് നോക്കാം കേട്ടോ. ഓക്കെ. ആരാ? ഋഷികേശ്. ഋഷികേശ് എന്നെ വിളിച്ചില്ലേ? ഋഷികേശ്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ ഋഷികേശിന്? നോ. ഇനി ആരാണ്? ഡൊമിനിക്കിന് ഡൗട്ട് ഉണ്ടല്ലേ? ഡൊമിനിക്. ഏത് പറഞ്ഞു? ഏതാന്ന്? പേജ് നമ്പർ 14. അതല്ലേ ഇപ്പൊ പറഞ്ഞു തന്നത്? ഏതാ? 6 ആണോ എക്സാമ്പിള്? അല്ല എക്സർസൈസ് 6 ആണോ? 5 മാച്ച് ചെയ്യ്. അത് ഈസി അല്ലേ? അതൊക്കെ ഹോംവർക്ക് തന്നതാ. ചെയ്തോ? ഓക്കെ. ഇവിടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. See you next period. Bye.